കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇന്നത് അനുഭവിച്ചു. രാത്രി 10 മണിക്ക് പാലക്കാട് ടു കോഴിക്കോട് തീവണ്ടി കയറി. പുലർച്ചെ 4 മണിയോടുകൂടി കോഴിക്കോട് നഗരത്തിൽ വന്നിറങ്ങി കാലുകുത്തി. കൈ കുത്തിയതും പണി സ്റ്റാർട്ട് ചെയ്തു. അതന്നെ നമ്മളന്നത്തെ പരിപാടിയാണ്. 2500 പേർക്ക് മായമില്ല മന്ത്രമില്ല ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കുക. അജു ഞാനും ചേർന്ന് നല്ല പഴുത്ത പളവള മാങ്ങ മുറിച്ചു തുടങ്ങി. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിച്ചണിൽ വെച്ചായതുകൊണ്ട് ഇക്കണ്ട പുക മുഴുവനും ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഞങ്ങൾക്കും കിട്ടി. ഏകദേശം 8-9 മണിയോടുകൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയതും അടിച്ചു കയറ്റി. പിന്നെ തുടങ്ങിയില്ലേ മക്കളെ എല്ലുമുറിയും വരെ പണി. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ, ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കും മനുഷ്യ. പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും ഓറഞ്ച് അലർട്ടും. എന്തൊക്കെയാണെങ്കിലും ആൾക്കാര് വരവിന് പോക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടി കാണാൻ പറ്റുന്ന ഒരു സന്തോഷം ഇത് തന്നെയായിരുന്നു. പലവക പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകള്. അവസാനം ഇതൊക്കെ കൂടി പള്ളയിലാക്കാനുള്ള സന്തോഷത്തിൽ പണിയെടുത്തുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് അത്ഭുതകരമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടായത്. എന്റെ ഫോളോവറായി പച്ചക്കിളി വന്ന് പണിയെടുത്ത് മുഷിഞ്ഞ ഡ്രസ്സും കോലവും കണ്ടിട്ടും കൈ തന്നെ എന്നോട് സംസാരിച്ചു. അതിലൂടെ എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത് സന്തോഷമായി. ഇതൊക്കെ കാണുന്ന നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, എന്നെ ഒരിക്കലും AC കാറിന്റെ ഉള്ളിലൊന്നും കാണാൻ കഴിയില്ല. ഇതുപോലെ വേർത്ത് കുളിച്ച ശരീരത്തിൽ എവിടെ എന്നെ കണ്ടാലും അപ്പൊ കൈ തന്നെ എന്നോട് സംസാരിക്കണം. നമ്മളെ സന്തോഷം ഇതൊക്കെയാണെന്ന് അറിയാലോ. അങ്ങനെ സമയം ഏകദേശം 3 മണിയായപ്പോ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ നല്ല അടി അടിക്കുക, നല്ല അടി ഫുഡ് അടി അടിക്കുക. റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ ആയിരിക്കണം. കാറും ബസ്സും ലോറിയും എല്ലാം പോയിരിക്കണം. കല്യാണം, കാതുകൂട്ട്, കുട്ടിക്ക് പേരിടുക, അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മായമില്ല മന്ത്രമില്ല ഫ്രഷ് ജ്യൂസ് കൊടുക്കാൻ താഴെ കൊടുത്ത ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ ഓടിയെത്തും. അപ്പസലാം.